കൂട്ടുകാരെ, നമുക്കിന്ന് വളരെ സിമ്പിളായ ഒരു നെയ്ച്ചോറ് എളുപ്പത്തിലുണ്ടാക്കാം. ഇത് വളരെ സിമ്പിളാണെങ്കിലും ചിക്കൻ കറിയും അച്ചാറും സാലഡും പപ്പടവും ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ 2 കപ്പ് ജീരകശാല റൈസ് എടുത്തിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തി വയ്ക്കുക. അതിനുശേഷം അത് ഒരു അരിപ്പയിലേക്ക് വെള്ളം വാരാൻ വേണ്ടി മാറ്റി വയ്ക്കുക. ഒരു സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കുക. ഇനി ഒരു കുക്കർ അടുപ്പത്ത് വയ്ക്കാം. കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടാകുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് സവാള ചെറിയൊരു ബ്രൗൺ നിറമാകുന്നത് വരെ, നല്ലോണം ബ്രൗൺ നിറമാവരുത്, ചെറിയൊരു ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള പാകത്തിന് വഴന്ന് കിട്ടി ചെറിയൊരു ബ്രൗൺ നിറത്തിലേക്ക് കടന്നു. ഈ സമയത്ത് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 2 കപ്പ് ജീരകശാല റൈസിന് 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് ചെറിയ കഷ്ണം പട്ട 3 എണ്ണം, 4 ഗ്രാമ്പൂ, 3 ഏലക്ക കീറിയത്, പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീരൊഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് അരിയിട്ട് കൊടുക്കാം. അരിയിട്ട് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇങ്ങനെ തിള വരുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് കുക്കർ അടച്ചിട്ട് ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിലടുപ്പിക്കാം. എയർ മുഴുവനും പോയതിന് ശേഷം കുക്കർ തുറക്കാം. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റിയായ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടുകൂടി ഇളക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെയൊക്കെ തോന്നും. പക്ഷേ ഇതിൻ്റെ ചൂട് മാറി ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഇത് നല്ല നെയ്ച്ചോറായിരിക്കും കേട്ടോ. അരിയൊന്നും പരസ്പരം ഒട്ടിപ്പിടിക്കാതെ നല്ല സൂപ്പറായിട്ടുള്ള നല്ല നെയ്ച്ചോറ്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് ചേർക്കാം. ഞാനിത് ഏറ്റവും സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയത്. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള നെയ്ച്ചോറാണ്. പക്ഷേ നല്ല ടേസ്റ്റിയാണ് കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും തന്ന് സപ്പോർട്ട് ചെയ്യണേ.